ഹലോ, നല്ല നമസ്കാരം. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായി എത്തിയ മർദാനി 3. ഒരുപക്ഷെ ഈ സിനിമ ഇതോടുകൂടി അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നിടത്തു നിന്നാണ് നമ്മൾ വീണ്ടും ഇതിൻ്റെ അന്വേഷണവും അല്ലെങ്കിൽ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും കൂടിച്ചേരുന്ന അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ് ശിവാനി ശിവജി റോയ് എന്ന കരുത്തുറ്റ പോലീസ് ഓഫീസറുടെ പോരാട്ടത്തിൻ്റെ 3ാം ഭാഗം. ഏകദേശം 2 മണിക്കൂർ 10 മിനിറ്റോളം ഈ സിനിമ ദൈർഘ്യമേ ഉള്ളൂ. ചെറിയ സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ബുലഹാഷാറിൽ നിന്നും 2 ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു. അത് അന്വേഷിക്കുവാൻ വേണ്ടി SSP ശിവാനി ശിവാജി റോയ് എത്തുന്നതോടുകൂടി കഥ ആരംഭിക്കുകയാണ്. ഇതിൽ ഒരാൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ മകളും മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടുജോലിക്കാരൻ്റെ മകളുമാണ്. കേവലം ഒരു തട്ടിക്കൊണ്ടുപോകൽ മാത്രം ആയിട്ടല്ല അത് ആ അന്വേഷണം നടക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇതിൻ്റെ പിന്നിൽ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു ഭിക്ഷാടന മാഫിയയും മനുഷ്യരിൽ നടത്തുന്ന മരുന്ന് പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങളും ആണ് എന്ന് മനസ്സിലാക്കുന്ന ഞെട്ടിക്കുന്ന സത്യമാണ് ശിവാനി കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽ നോക്കുമ്പോൾ ശിവാനി ശിവാജി റോയി ആയിട്ട് റാണി മുഖർജി വളരെ ഗംഭീരമായിട്ട് ഉജ്ജ്വലമായിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് പ്രകടമാക്കിയിട്ടുള്ളത്. സിനിമയുടെ നെടുന്തൂണ് ഒരുപക്ഷെ ആ കഥാപാത്രം തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ, അതോടൊപ്പം തന്നെ സ്വാഗ്, റാണിയുടെ കഥാപാത്രത്തിന് നൽകിയിട്ടുള്ള ഒരു പക്ഷേ മേക്കപ്പില്ലാത്ത സ്വാഭാവികമായിട്ടുള്ള ലുക്കും ഒരു കരുത്തുറ്റ ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ആഴത്തിൽ പ്രേക്ഷകനെ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന മല്ലിക പ്രസാദിൻ്റെ വില്ലത്തി ക്യാരക്ടർ ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രവാദിയുടെ ഒരു ലുക്കാണ്. പുള്ളിക്കാരി ഒരു കിടിലം നെഗറ്റീവ് റോള് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റാണിയുടെ പെർഫോമൻസിനേക്കാൾ എനിക്ക് വളരെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടത് അമ്മ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അദ്ദേഹം ഒരു ആ പെണ്ണ് ഒരു കിടിലൊരു പാട്ട് പാടുന്നു, ഒരു താരാട്ട് പാട്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഭയമാണോ അല്ലെങ്കിൽ ഒരു ദേഷ്യമാണോ എന്നുള്ള നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സാധനവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ദുഷ്ടയായ ഒരു കഥാപാത്രം. അത് കണ്ണൊക്കെ ഒരു മത്സ്യകന്യക പോലെയുള്ള ഒരു യക്ഷി ലുക്ക് ഗംഭീരം. പിന്നെ രാമാനുജൻ, പ്രജാഷ് കാശുബ, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖഭാവം. ഒരു വില്ലൻ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനവും ഇല്ല. പലപ്പോഴും ഒട്ടും പ്രതികരണമില്ലാതെ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു തല്ലുകൊള്ളിയായിട്ട് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാത്തിമ റോൾ ചെയ്ത, കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്ത ജാനകി ബോഡിവാല, കോൺസ്റ്റബിൾ പാത്തിമയായിട്ട് ജാനകി വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ പാത്തിമയുടെ പങ്ക് സിനിമയിൽ ഗംഭീരമാണ്. പക്ഷേ പാത്തിമ എന്തിനാണ് മറുകണ്ഠം ചാടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പാത്തിമ മറുകണ്ഠം ചാടും എന്ന് ആ പുരുഷനെ കാണുമ്പോഴേ നമുക്ക് തോന്നും. കാരണം അവരുടെ ആ ബോണ്ടിങ് അങ്ങനെയുള്ളൊരു രീതിയിലാണ് ക്യാരക്ടറിനെ ആർക്ക് ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവരെ കാണുമ്പം തന്നെ ഒരു പ്രേമം തോന്നുന്ന രീതിയിലുള്ളൊരു ആ രീതിയിലാണ് അതിനെ ബിൽഡ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ നല്ല കുറേ സാധനങ്ങൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ. അതോടൊപ്പം തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള സംഭാഷണങ്ങൾ. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ സ്ത്രീകളാണ് എല്ലാ കഥാപാത്രങ്ങളും. കുറ്റവാളികളും പോലീസുകാരും ഇരകളും എല്ലാം തന്നെ സ്ത്രീകളായതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. പിന്നെ ബോറടിപ്പിക്കാതെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എഡിറ്റിങ്ങും അതിൻ്റെ പേസിങ്ങും വളരെ ഗംഭീരമായിട്ട് തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻ്റർവെല്ലിലെ ബ്ലോക്കും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇൻ്റർവെല്ലിലും അതോടൊപ്പം തന്നെ ക്ലൈമാക്സിലും ഉപയോഗിച്ചിരിക്കുന്ന ഐരികി നന്ദിനി വിസ്തുമേനാകരി അങ്ങനെ ഒരു സ്തോത്രഗീതം ഉണ്ടല്ലോ, അത് നല്ല ഗംഭീര ഫീലാണ് എനിക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ ഇതിനെ നെഗറ്റീവ് നോക്കുമ്പോൾ
വളരെ പ്രഡിക്റ്റബിളായിട്ടുള്ള ട്വിസ്റ്റുകളും അതോടൊപ്പം തന്നെ ത്രില്ല് സിനിമകൾ കണ്ടിട്ടുള്ള നമ്മളെപ്പോലുള്ളവരുടെ മനസ്സിലാകും എവിടെ എന്ത് സംഭവിക്കുമെന്ന്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു നിഷ്കളങ്കരായ ഒരു മനുഷ്യനെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവനാണ് വില്ലനെന്ന് വില്ലത്തിയെന്നും പിന്നെ ഇയാൾ ആ മറുകണ്ഠം ചാടുമെന്നും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. വളരെ ദുർബലമായിട്ടുള്ള എന്താ പറയുക, ഒരു ട്വിസ്റ്റുകളൊക്കെ വളരെ പ്രെഡിക്റ്റബിളാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളൊരു പ്രശ്നം മർദാനിയുടെ 1ഉം 2ഉം ഭാഗങ്ങളിലെ വില്ലന്മാരുടെ അവരെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ 3ആം ഭാഗത്തിലെ വില്ല സ്വഭാവമുള്ളവർ അത്രയ്ക്കും ശക്തരല്ല. ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ കൂടി നോക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ സ്വാഭാവികമായിട്ട് ഒട്ടും ഗ്ലാമറുകളൊന്നും ഇല്ലാതെ ചിത്രീകരിക്കുന്ന രംഗങ്ങൾ സിനിമയുടെ സീരിയസ്നെസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ റിയലിസ്റ്റിക്കായിട്ട് രംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒട്ടും സാഹസ്യമല്ലാതെ അല്ലെങ്കിൽ കെട്ടിത്തൂക്കി ആടുന്ന സ്റ്റണ്ടുകളൊന്നും തന്നെ ഇല്ല. എല്ലാം നോർമലൈസ് ചെയ്തിട്ടാണ് ഈ സ്റ്റണ്ടുകളെല്ലാം തന്നെ പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു വലിയ ആവേശം എനിക്ക് തോന്നിയില്ലെങ്കിലും പക്ഷേ ഒരു കുറ്റാന്വേഷണ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കഥയിലെ ചില ആവർത്തനവും അതോടൊപ്പം തന്നെ ഒരു ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു പ്രമേയവും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ സിനിമ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലർക്കൊക്കെ സൂഹിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ വളരെ ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ മർദാനി 4ലേക്കുള്ള ഒരു ഹിൻഡ് കൂടിയൊക്കെ ഇട്ടിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതേ രീതിയിൽ മനുഷ്യക്കടത്ത് തന്നെ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ബോറടിക്കും. കാരണം അല്ലെങ്കിൽ കുറച്ചു കാലം ഇപ്പോൾ 2014 അതോടൊപ്പം തന്നെ 2019 ഇറങ്ങിയ പിന്നെ മർദാനി നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ വീണ്ടും അതേ സാധനം തന്നെ 3ാമത്തെ പാർട്ടിലും കൊണ്ടുവന്ന് ആവർത്തിക്കുമ്പോൾ അല്പം വിരസത എനിക്ക് തോന്നി. ഇനി 4ാമത്തെ പാർട്ടിൽ ഇനി എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അതും മനുഷ്യക്കടത്താണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മരുന്ന് കച്ചവടം, മരുന്നിൻ്റെ പരീക്ഷണശാലകളായിട്ട് മനുഷ്യനെ തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു രീതി മാറ്റി പിടിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റ്, കാരണം പോലീസ് പിന്നെ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും എത്തിപ്പെടാം, കുറ്റാന്വേഷണം ഏത് തരത്തിലും എത്തിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് മർദാനി 4 ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ എനിക്ക് മർദാനി 3 എനിക്ക് അത്ര കണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ പോലും ഇത് OTTയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു തവണ കാണാൻ കഴിയുന്ന കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു.